അപ്പോൾ നമ്മുടെ ബാറ്റ് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാറ്റൊക്കെ ഒന്ന് അത്യാവശ്യം ആയിട്ടുണ്ട്. ഒരു ബോളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നൈസായിട്ട് മുറ്റത്ത് നിന്നിട്ട് എനിക്ക് അവന് ക്രിക്കറ്റ് കളിക്കാം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചെയ്തതുപോലെ തെങ്ങിൻ്റെ മട്ടൽ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബാറ്റ് ഉണ്ടാക്കാം. ഇന്നത്തെ കാലത്തുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബാറ്റ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ ഒരു കസിൻ എന്നോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ബാറ്റ് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ അതൊന്നും എടുത്ത് വീഡിയോ ആക്കാമെന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം. അതാണ് നമ്മുടെ തെങ്ങ്, അതിൻ്റെ മട്ടലാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അത് വെട്ടിക്കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ തന്തയ്ക്ക് വിളിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് വെട്ടി നോക്കാം. ഇപ്പോൾ നമ്മൾ മട്ടൽ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ബാറ്റിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാറ്റ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്രണ്ടിലുള്ളതൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല വൃത്തിയിൽ അങ്ങോട്ട് സെറ്റിക്കാവുക. അത്യാവശ്യം നല്ലപോലെ ഒന്ന് സെറ്റിക്കളെ. ഓ, ഇത് മതിയാവും. എന്താ നമുക്കൊരു കൈ പിടിക്കാനുള്ളൊരു കറക്റ്റ് ഒരു അളവ് വെച്ച് നോക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ബാറ്റിൻ്റെ ആ പിടി സെറ്റാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കാം. എന്നിട്ട് ഇതങ്ങനെ നൈസായിട്ട് ഇതേപോലെ അങ്ങ് ചെത്തി കൊടുത്ത് എന്തൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെ ഫുൾ ബാറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ കളിക്കാറ്. ഇതൊന്ന് പൊന്തിക്കിടക്കുന്ന ഇതൊക്കെ ഒന്ന് നൈസായിട്ടും ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാറ്റൊക്കെ ഒന്ന് അത്യാവശ്യം ആയിട്ടുണ്ട്. ഒരു ബോളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നൈസായിട്ട് മുറ്റത്ത് നിന്നിട്ട് എനിക്ക് അവന് ക്രിക്കറ്റ് കളിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഉത്തേജകമായിട്ട് എനിക്ക് മാറുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.